ആദ്യമായി ഈ ആൾത്താരയിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാവാൻ അവസരം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എൻ്റെ പേര് ഗായത്രി. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് അനീഷ്, മകൾ പാർവതി, പാർവണ. ഞാൻ സൗദിയിലാണ് താമസിക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് കൃപാസനം മാതാവിനെ പറ്റി അറിയുന്നത്. പുള്ളിക്കാരത്തി എനിക്ക് സ്ഥിരമായിട്ടൊരു തലവേദന വന്നുകൊണ്ടിരുന്നപ്പോൾ കൃപാസനം മാതാവിൻ്റെ ഉടമ്പടി തൈലം എനിക്ക് തന്ന് അത് പുരട്ടി തലവേദന കുറഞ്ഞു. അങ്ങനെയാണ് മാതാവിനെ പറ്റി ഞാൻ അറിയുന്നതും. 2022 മെയ് മാസത്തിലാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് എൻ്റെ മോളുടെ +2 കഴിഞ്ഞ് NIT അഡ്മിഷന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അവൾക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷനും കിട്ടി. അവളിപ്പോൾ NITയിൽ എൻജിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ വെച്ചത്, എനിക്ക് 11 വർഷമായിട്ട് 15 ലക്ഷത്തോളം വരുന്ന സ്വർണ്ണ പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടച്ചു തീർക്കാനൊരു വഴി കണ്ടെത്തി തരണമേ മാതാവെന്ന് ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 വർഷമായിട്ട് അത് അടഞ്ഞു തീർന്നെങ്കിലും ഞാൻ അടച്ചു തീർക്കണം എന്ന് പറഞ്ഞ് വെച്ചില്ല. അടുത്ത തവണ ഉടമ്പടി പുതുക്കിയപ്പോൾ ജനുവരി 2025 മുന്നേ അത് മുഴുവനായും അടച്ച് എനിക്ക് പണയം എടുക്കാൻ പറ്റണം എന്ന് ഞാൻ നിയോഗം വെച്ചു. അതുപോലെ ജനുവരിക്ക് മുന്നേ എനിക്ക് മുഴുവൻ സ്വർണവും എടുക്കാൻ പറ്റി, വേറെ കടങ്ങളൊന്നുമില്ലാതെ തന്നെ. അതുപോലെ നമ്മൾ നിയോഗം വയ്ക്കുമ്പോൾ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യം വെക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ സൗദിയിൽ സ്ഥിര വരുമാനമുള്ളൊരു ജോലി കിട്ടണം എന്ന് ഞാൻ വെച്ചു. കാരണം അവിടെ കൂടുതൽ നേഴ്സ് അങ്ങനെയുള്ളവർക്കാണ് ജോലി കിട്ടാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഞാൻ ഒരു MCOM ഗ്രാജുവേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വെച്ചിരുന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് 2 സ്കൂളിൽ നിന്ന് ഇതുപോലെ, ഒരു സ്കൂളിൽ നിന്ന് അക്കൗണ്ടൻ്റായിട്ട് ഒരു ജോലിക്ക് റിക്വയർമെൻറ്റ് വന്നു. ഞാൻ അപ്ലൈ ചെയ്തു, അത് കിട്ടി. പിന്നെ ഇന്ത്യൻ എംബസി സ്കൂളിൽ ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ അതിലും എക്സാം ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ, റിട്ടൺ ടെസ്റ്റ്, കുറേ ടഫായിരുന്നു. അപ്പോൾ അതെല്ലാം ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതെല്ലാം എക്സാം എല്ലാം നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റി എനിക്ക്. അപ്പോൾ അക്കൗണ്ടൻ്റായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹസ്ബൻഡിന് നല്ല ജോലിയുണ്ട്. അപ്പോൾ എൻ്റെ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു, ഉടമ്പടി ഉഴപ്പാൻ തുടങ്ങി. പ്രാർത്ഥനയൊക്കെ വളരെ കുറഞ്ഞു. ജസ്റ്റ് പ്രാർത്ഥിക്കും, എന്നാലും വചനം വായിക്കാൻ സമയമില്ല, ജപമാല വായിക്കില്ല, അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് മാർച്ചിൽ ഹസ്ബൻഡിന് ഓഫീസിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിട്ട് പുള്ളി സഡൻലി ജോലി റിസൈൻ ചെയ്തു. അപ്പോൾ സൗദിയിൽ നമ്മളങ്ങനെ നിൽക്കുമ്പോൾ പുള്ളിയുടെ വിസയിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എക്സിറ്റ് പോകേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ എനിക്ക് കിട്ടിയിരുന്ന ജോലി അതെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ അവർ കമ്പനിക്കാർ എക്സിറ്റ് അടിക്കാൻ നോക്കിയപ്പോൾ പുള്ളി എക്സിറ്റ് അടിക്കാൻ സാധിക്കുന്നില്ല. കാരണം പുള്ളി സ്വന്തം പേരിലൊരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നവംബറിൽ. അപ്പോൾ അത് വാങ്ങിക്കുന്ന സമയത്ത് ഞങ്ങൾ സാമ്പത്തികമായി അത്ര നല്ല ഇതിലൊന്നും അല്ലായിരുന്നെങ്കിലും പുള്ളി വളരെ കഷ്ടപ്പെട്ടാണത് വാങ്ങിച്ചത്. അപ്പോൾ ഞാനത് വാങ്ങിക്കുന്ന സമയത്ത് സമ്മതിച്ചില്ല. പക്ഷേ പുള്ളിയുടെ നിർബന്ധം കാരണം പുള്ളി വാങ്ങിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു വണ്ടി ഉള്ളതുകൊണ്ട് എക്സിറ്റ് അടിക്കാൻ പറ്റിയില്ല, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് റീകോൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത്, നവംബർ 17 ഞാൻ ആ വണ്ടി കാണുന്നത്. നവംബർ 18 ചൊവ്വാഴ്ചയാണ് ഞങ്ങൾ ആ വണ്ടി വാങ്ങിക്കുന്നത്. ആ വണ്ടിയുടെ നമ്പറിൽ 7 എന്നുള്ള ഒരു നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ മാതാവ് അത് ഞങ്ങൾക്ക് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അന്നേ തന്നതാണെന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ആ വണ്ടി ഉള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് എക്സിറ്റ് അടിക്കാൻ പറ്റിയില്ല. ഞങ്ങളവിടെ നിന്നു. പിന്നെ പുള്ളിക്ക് വേറൊരു കമ്പനിയിലോട്ട് മാറി. അപ്പോൾ ഞങ്ങളവിടെ ഇപ്പോൾ പുള്ളി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് സെപ്റ്റംബറിൽ മാത്രമേ ഇന്ത്യൻ സ്കൂളിൽ ജോലി കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. നോർമൽ പ്രൊസീജിയറിൽ അവിടെ വേക്കൻസി വരുമ്പോഴേ കിട്ടുള്ളൂ. പക്ഷേ ഈ സമയത്ത് മെയ് 3 എനിക്ക് സ്കൂളിൽ നിന്ന് കോള് വന്നു ഉടനെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മെയ് 5 ചൊവ്വാഴ്ച ഞാൻ ഇന്ത്യൻ എംബസി സ്കൂളിൽ ജോയിൻ ചെയ്തു ടീച്ചറായിട്ട്. നോർമലി അവിടെ ഫസ്റ്റ് ടൈം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ആർട്ട് ടീച്ചറായിട്ടോ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആയിട്ടാണ് എടുക്കാറുള്ളത്. പക്ഷേ എനിക്ക് ഡയറക്റ്റായിട്ട് ക്ലാസ് ടീച്ചർഷിപ്പ് തന്നെ കിട്ടി. അപ്പോൾ അതിന് അവിടെ പലരും ചോദിച്ചു, ആരാ റെക്കമെൻഡ് ചെയ്തത്, അല്ലാണ്ട് ഇങ്ങനെ ഒരിക്കലും കിട്ടില്ല, ഞങ്ങളെല്ലാവരും 2 ഇയേഴ്സ് ആർട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ക്ലാസ് ടീച്ചറായത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്, മാതാവാണ് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് എനിക്ക് ആ ജോലി കിട്ടിയതും. ടൈം ഷോർട്ടനിങ്ങും എനിക്കവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല സെപ്റ്റംബറിൽ കിട്ടേണ്ടത് ഫാസ്റ്റായിട്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത്രയും ഫാസ്റ്റായിട്ട് KG സെക്ഷനിൽ റിക്വയർമെൻറ്റ് വരില്ല. കാരണം പണ്ട് അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിനെ അവർ വേറെ സെക്ഷനിലോട്ട് മാറ്റി. അപ്പോൾ KGയിൽ വേക്കൻസി വന്നു, നഴ്സറിയിൽ അഡ്മിഷൻ കൂടി, ഡിവിഷൻ കൂടി. അങ്ങനെയാണ് എനിക്ക് ഇത് കിട്ടിയത്. അതെല്ലാം മാതാവിൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അപ്പോൾ ഹസ്ബൻഡിന് ജോലി ഇല്ലാതിരുന്ന സമയത്ത് എനിക്കത് കിട്ടിയത് വളരെ സഹായമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് മാനസികമായിട്ട് ഒരു സപ്പോർട്ട് കിട്ടിയത് പ്രാർത്ഥനകളും മാതാവിൻ്റെ ഇടപെടലും കൊണ്ടാണ്. പിന്നെ
പ്രാർത്ഥനാ ജീവിതം ആത്മീയമായിട്ട് എല്ലാ ദിവസവും ഞാൻ അരമണിക്കൂർ വചനം വായിക്കും, ജപമാല ചൊല്ലാറുണ്ട്, ചൊവ്വാഴ്ച തോറുമുള്ള അച്ഛൻ്റെ ഉടമ്പടി പ്രാർത്ഥന കാണാറുണ്ട്, പിന്നെ ഡെയിലി ബ്രെഡ് കൂടാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം നാട്ടിൽ വരുമ്പോൾ, ഞാൻ സൗദിയിലാണ്, നാട്ടിൽ വരുമ്പോഴെല്ലാം ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവർത്തനം അവിടെ ആയതുകൊണ്ട് നാട്ടിലത്തേക്ക് ഞാൻ കാശ് അയച്ചു കൊടുക്കാറാണ് പതിവ്, ഫ്രണ്ട്സിൻ്റെയിലോ അങ്ങനെ കൊടുക്കാറാണ് പതിവ്. ഹസ്ബൻഡിന് ഇടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉടമ്പടി ഉപ്പും തൈലും ഡെയിലി ഉപയോഗിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചിട്ട്. അപ്പോൾ അന്ന് ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചു. ഹസ്ബൻഡിനോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് നമ്മൾ നേർന്നു. നെക്സ്റ്റ് ഡേ ചെക്ക് ചെയ്തപ്പോൾ മാനുവൽ കൗണ്ട് ചെയ്തപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമലായിരുന്നു. അതുപോലെ മോക്ക് കയ്യിലൊരു തടിപ്പ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. അത് സർജറി ചെയ്തു, ബയോപ്സിക്ക് വിടണം. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സർജറി രാവിലെ 11 മണിക്ക്, സൗദി ടൈം 11 മണിക്ക് കയറ്റി. അപ്പോൾ ഇപ്പോൾ നടക്കുന്നു പറഞ്ഞെങ്കിലും 2:30 മണിക്കാണ് അവർ സർജറിക്ക് അകത്ത് കയറ്റിയത്. അപ്പോൾ തന്നെ മാതാവിൻ്റെ ഇടപെടൽ അതിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ബയോപ്സി റിസൾട്ട് നെഗറ്റീവായിട്ട് വന്നു. മോള് നാട്ടിലായതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ തൈറോയിഡിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതും പ്രാർത്ഥിച്ചു, അതെല്ലാം നെഗറ്റീവായിട്ട് വന്നു. ഇതെല്ലാം സഹായിച്ചു തന്ന മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. ഇന്ന് ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി ഇന്ന് നിയോഗം വെച്ചാൽ ആദ്യത്തെ എൻ്റെ നിയോഗം പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകണമേ എന്നുള്ളതായിരുന്നു. അതിന്ന് തന്നെ മാതാവ് നടത്തി തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്നലെ സൗദിയിൽ നിന്ന് കയറി, ഇന്ന് രാവിലെ കാലിക്കറ്റ് ഇറങ്ങി, അവിടെ നിന്ന് വന്ദേ ഭാരതിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ആലപ്പുഴ എത്തി നേരിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. ഉച്ചയ്ക്ക് 1:30 വന്ന് ഉടമ്പടി പുതുക്കി സാക്ഷ്യം പറയുമായിരുന്നു. ഇനി ട്രിവാൻഡ്രത്തോട്ടാണ്, ഇനി വേണം ട്രിവാൻഡ്രത്തോട്ട് വീട്ടിൽ പോകാനായിട്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവേൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം വചനമാണ്. ഈ മകൾക്ക് മുൻപ് പോയവർ, അതായത് ഗായത്രിക്ക് മുൻപ് പോയവർ 1-2 വർഷം അവിടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. പക്ഷേങ്കിൽ ഗായത്രിക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്കൂൾ ടീച്ചറിൻ്റെ ഒരു പൊസിഷനാണ് കിട്ടിയത്. അപ്പോൾ ക്ലാസ് ടീച്ചറിൻ്റെ ഒരു പൊസിഷനാണ് കിട്ടിയത്. അപ്പോൾ തന്നെ കൂടെ നിന്നവർ ചോദിച്ചു ആരാണ് റെക്കമെൻഡ് ചെയ്തതെന്ന്. അപ്പോൾ ഈ സഹോദരി ഗായത്രി പറഞ്ഞത് കൃപാസനം അമ്മയെന്നാണ്. ആ ക്രെഡിറ്റ് അമ്മയുടേതാണെന്നാണ്, എൻ്റെ മെറിറ്റ് കൊണ്ടല്ല എന്നാണ്, അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ്, അമ്മയുടെ മധ്യസ്ഥതയിൽ എനിക്ക് ലഭിച്ച ഈ ജോലിയാണെന്നാണ് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ടീച്ചറായിട്ട് സൗദിയിൽ ഇന്ത്യൻ എംബസി തന്നെ ഒരു നല്ല ജോലി നൽകി ഈശോയും അമ്മയെ അനുഗ്രഹിക്കുന്നത്. പിന്നീട് ഒരു ക്രൈസിസ് പീരീഡാണ്. അവിടെയും ഈശോയും അമ്മയും ഉടമ്പടി മക്കളാണ്, അവരെ മറന്നില്ല. പണ്ടെങ്ങോ ഹസ്ബൻഡ് ഒരു വണ്ടി മേടിച്ചു. അവിടെ ഹസ്ബൻഡിന് ഒരു ജോലിയിൽ ഇഷ്യൂ വന്നപ്പോൾ റിസൈൻ ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് ഈശോയും അമ്മയും മുൻകൂട്ടി, നമുക്കറിയാം പരിശുദ്ധമ്മ ഇവിടെ വന്നപ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി അമ്മ വന്നപ്പോൾ ദുരന്തം വരാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്നാണ് അമ്മ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് മുൻകൂട്ടി പറയുന്ന ഒരമ്മയാണ് ഉടമ്പടി മക്കൾ കണ്ടുമുട്ടുന്നത്. ഇവരുടെ ജീവിതത്തിൽ അതുതന്നെയാണ്. എന്തോ ഒരു ദുരന്തം വരുന്നതിന് മുമ്പ് തന്നെ അമ്മ അത് മുൻകൂട്ടി കണ്ട് ഈ മകന് ഒരു വണ്ടി മേടിക്കുവാനായിട്ട് പറഞ്ഞു. അത് ഗായത്രിക്ക് മനസ്സിലായില്ലായിരുന്നു. ഹസ്ബൻഡ് വണ്ടി മേടിച്ചു. ഗായത്രി വിചാരിച്ചു എന്തുകൊണ്ട് ഈ വണ്ടി മേടിക്കുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത്, ഹസ്ബൻഡ് ജോലി പോയപ്പോൾ, റിസൈൻ ചെയ്തപ്പോൾ ആ വണ്ടി ഉള്ളത് കൊണ്ട് എക്സിറ്റ് അടിക്കാൻ സാധിച്ചില്ല. ആ വണ്ടി ഉള്ളതുകൊണ്ട് അവിടെ കണ്ടിന്യൂ ചെയ്തു. പിന്നീട് ഗായത്രി അത് പിന്നീട് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, നവംബർ 17 എന്ന ഡേറ്റിലാണ് ആ വണ്ടി മേടിച്ചിരുന്നത്. അതിൽ 7 എന്ന അക്കമുണ്ട്. ആ വണ്ടിയുടെ നമ്പറിലും 7 എന്ന നമ്പറുണ്ട്. അതുകൊണ്ട് അമ്മ മുൻകൂട്ടി തന്നെ ആ വണ്ടി മേടിക്കുവാനായിട്ട് ഒരു പ്രചോദനം നൽകി അമ്മ അതിനകത്ത് ഇടപെട്ടിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു കരുതലും ഇടപെടലും മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നീട് അവിടെ കണ്ടിന്യൂ ചെയ്ത് പിന്നീട് ഒരു നല്ല ജോലി കിട്ടുകയാണ്. പിന്നീട് രോഗസൗഖ്യങ്ങളാണ്. ഹസ്ബൻഡിന് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവാകുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അത് കൗണ്ട് പിന്നെ നോർമലാവുകയും മകൾക്ക് ഒരു തടിപ്പുണ്ടായപ്പോൾ അത് സർജറി ചെയ്ത് മാറ്റിയപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും ഭയമാണ്. പക്ഷേ ഇവിടെയും നെഗറ്റീവ് റിപ്പോർട്ട് തന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് ഉടമ്പടി തൈലവും കാശുരൂപവും വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ആ സർജറിയുടെ ദിവസം തന്നെ 11 മണി എന്ന് പറഞ്ഞത് 2:30 എന്ന സമയം മാറ്റിയപ്പോൾ തന്നെ ഈ സഹോദരി ഗായത്രിക്ക് മനസ്സിലായി അവിടെ പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടലുണ്ട്. കാരണം ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. അമ്മയുടെ സമയമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല.
ഈ സഹോദരി ഗായത്രി സൗദിയിലാണ്. സ്വന്തം ശരീരത്ത് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുകയാണ് മകൾക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് റിസൾട്ട് നൽകി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലാണ് ഈ മക്കളുടെ ജീവിതത്തിൽ കാണുന്നത്. മുൻകൂട്ടി പറയുന്ന, മുൻകൂട്ടി ചെയ്യുന്ന, നമുക്ക് വേണ്ടി എല്ലാ കാര്യവും പ്ലാനും പദ്ധതിയും അമ്മയ്ക്ക് ഈശോയ്ക്കുമുണ്ട്. ആ പദ്ധതി നമുക്ക് ചിലപ്പോൾ മനസ്സിലായില്ല. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കൂടെ നിൽക്കുമ്പോൾ, ആ ദൈവ സാന്നിധ്യമുള്ളപ്പോൾ, സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കേൾക്കുന്ന അമ്മയാണ്. പിന്നെ ഒരു സ്ഥിര വരുമാനം, അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരു അമ്മയാണ്, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഒരു അമ്മയാണ് ഉടമ്പടിയിൽ നാം കാണുവാൻ സാധിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ ജോലി നൽകുകയും എക്സിറ്റ് അടിക്കുന്ന സമയത്ത് മുൻകൂട്ടി ചെയ്ത് അമ്മ ചെയ്തു തന്ന കാര്യങ്ങൾക്ക് നന്ദി പറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഇന്ന് സൗദിയിൽ നിന്ന് ഇന്ന് രാവിലെ വന്നു. അമ്മയ്ക്ക് നന്ദി പറഞ്ഞിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. കൃപാസനം അമ്മയുടെ അടുത്ത് വന്ന് അമ്മയ്ക്ക് നന്ദി പറഞ്ഞാണ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും ഈ സഹോദരിയുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവാൻ അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. ജോയൽ പ്രവാചകൻ്റെ വചനം, പുസ്തകത്തിലുള്ള വചനം നമ്മുടെ ജീവിതത്തിലും വരേണ്ട നിമിഷങ്ങളിലും കൂടെ നിൽക്കുന്ന ആ ദൈവത്തെ കണ്ടുമുട്ടാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം മഴ പോലെയാണ്, ശരത്കാല വൃഷ്ടി പോലെയാണ്. നമുക്കും ആ കൃപ ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യിക്കുവാനായിട്ട് നമുക്ക് ആ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ പ്രാർത്ഥിക്കാം. ഗായത്രിക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ച് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിനും നമ്മളെയും ആ സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.